വീണ്ടും വാർത്തകളിലേക്ക്. ബോംബ് ഭീഷണിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇടയ്ക്കിടെ കേൾക്കുന്നുണ്ട്. ഒടുവിൽ അവസാനം കേരള പോലീസിനല്ല, ഈ ഡൽഹി വിമാനത്താവള അതോറിറ്റിയൊക്കെ പറയുകയുണ്ടായി, ഇത്തരത്തിൽ ഇനി ആരെങ്കിലും ബോംബ് ഭീഷണിയൊക്കെ വ്യാജമായി പറയുകയാണെങ്കിൽ അവരെ യാത്രാ വിലക്ക് വരെ ഏർപ്പെടുത്തുമെന്ന്. അത്തരത്തിലുള്ളൊരു ബോംബ് ഭീഷണിയുടെ കാര്യമാണ്. അത് വ്യാജമാണോ എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല. പാർലമെന്റിലും ചെങ്കോട്ടയിലും ബോംബ് സ്ഫോടനം നടത്തുമെന്നാണ് MP-മാർക്ക് ഒരു ഭീഷണി സന്ദേശം വന്നിരിക്കുന്നത്. ഖലിസ്ഥാൻ അനുകൂല സംഘടനയായ സിഖ് ഫോർ ജസ്റ്റിസ് എന്ന പേരിലാണ് സന്ദേശം വന്നിരിക്കുന്നത്. ഖലിസ്ഥാൻ അനുകൂലമല്ലെങ്കിൽ വീട്ടിലിരിക്കാനാണ് MP-മാർക്കുള്ള മുന്നറിയിപ്പ്. കേരളത്തിൽ നിന്നുള്ള MP-മാരായ A റഹീമിനും V ശിവദാസനുമാണ് ഫോൺ കോളിലൂടെ ഭീഷണി ലഭിച്ചത്. 18ാം ലോക്സഭയിലെ ആദ്യ ബജറ്റ് സമ്മേളനവും ഇന്ന് ആരംഭിക്കും. നാളെയാണ് കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുക. നീറ്റ് ക്രമക്കേട് ലോക്സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. PR അരവിന്ദാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. അരവിന്ദ്, രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളാണ്. ഒന്ന്, ഇന്നിപ്പോൾ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ആരംഭിക്കും. അതുമായി ബന്ധപ്പെട്ട ഇന്നിപ്പോൾ പ്രതിപക്ഷം അവരുടെ ഒരു കരുത്ത് തെളിയിക്കുന്ന ദിവസം കൂടിയായിരിക്കും ലോക്സഭയിലും രാജ്യസഭയിലും എന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുള്ളത്, ഈ ചെങ്കോട്ടയിലും ഒപ്പം തന്നെ പാർലമെന്റിലും ബോംബ് വയ്ക്കുമെന്നുള്ളൊരു സന്ദേശം, അത് വ്യാജമാണോ എന്നൊന്നും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? ജിൽസി, 18ാം ലോക്സഭയുടെ ആദ്യ ബജറ്റ് സമ്മേളനമാണ് ഇന്ന് ചേരുക. നാളെയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുന്നത്. അതിനു മുമ്പായി ഇന്ന് സാമ്പത്തിക സർവേ ഇരുസഭകളുടെയും മേശപ്പുറത്ത് വയ്ക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് നടക്കുക. പ്രധാനമായും കഴിഞ്ഞ ദിവസം സർവകക്ഷി യോഗം അടക്കം നടന്നിരുന്നു. പ്രതിപക്ഷ പാർട്ടികൾ സഹകരിക്കണമെന്നൊരു ആവശ്യമാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചത്. അതേസമയം കൃത്യമായി ജനങ്ങൾക്ക് ബാധിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്നൊരു ആവശ്യം പ്രതിപക്ഷം ഇന്നലെ തന്നെ സർവകക്ഷി യോഗത്തിൽ മുന്നോട്ട് വെച്ചിരുന്നു. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ന് കോൺഗ്രസ് ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. നീറ്റ് പരീക്ഷ ക്രമക്കേടിൽ ലോക്സഭ നിർത്തിക്കൊണ്ടൊരു ചർച്ച വേണമെന്നാണ് ഇന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കോൺഗ്രസ് MP മാണിക്യം ടാഗോറാണ് ഈ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ വിവിധ വിഷയങ്ങൾ, രാജ്യത്തെ ബാധിക്കുന്ന വിവിധ വിഷയങ്ങളുണ്ട്. ജമ്മു കാശ്മീരിൽ ഭീകരാക്രമണം തുടർക്കഥയാവുന്ന ഒരു സാഹചര്യമുണ്ട്. ട്രെയിൻ അപകടങ്ങൾ തുടർക്കഥയാവുന്ന സാഹചര്യമുണ്ട്. ഈ വിഷയങ്ങളിലെല്ലാം കൃത്യമായ ഒരു ചർച്ച വേണമെന്ന് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെടുന്നത്. എന്തായാലും ഈ വിഷയങ്ങളടക്കം ഈ പാർലമെന്റ് സമ്മേളനത്തിൽ ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇതുകൂടാതെ തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഇപ്പോഴും തുടരുന്നു. സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം സഹകരിച്ചെങ്കിലും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് നൽകുവാൻ ഇതുവരെ കേന്ദ്രവോ അതുപോലെ തന്നെ BJP സർക്കാരോ തയ്യാറായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട തർക്കവും ഇത്തവണ പാർലമെന്റ് സമ്മേളനത്തിൽ തുടരും. ഇതുകൂടാതെ തന്നെ ബജറ്റ് നാളെയാണ് കേന്ദ്രം അവതരിപ്പിക്കുക. 7ാം തവണയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഒരു ബജറ്റ് അവതരിപ്പിക്കുന്നത്. അതിലും സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ വലിയ രീതിയിൽ പ്രതീക്ഷയെ തന്നെയാണ് തുടരുന്നത്. പ്രധാനമായും നിരവധി സംസ്ഥാനങ്ങളിൽ ഈ വർഷം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകും. ഇതുകൂടാതെ തന്നെ കർഷകർക്ക് വേണ്ടി എന്തൊക്കെ മാറ്റിവെക്കുമെന്നതും പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം കർഷക സമരമടക്കം കഴിഞ്ഞ മാസങ്ങൾ തുടർന്നിരുന്നു. വീണ്ടും കർഷകർ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കർഷകർക്കടക്കം എന്തൊക്കെ ഈ ബജറ്റിൽ മാറ്റിവെക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതുകൂടാതെ തന്നെ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് തുടരുന്നത്. കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പാണ് കേന്ദ്ര ധനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ അറിയിച്ചിരുന്നു. ഈ ആവശ്യങ്ങളിൽ ഏതൊക്കെ പരിഗണിക്കുമെന്നതും നാളെ നമുക്ക് വ്യക്തമാക്കും. പക്ഷേ അതേസമയം തന്നെയാണ് ഇന്നലെ രാത്രിയോടുകൂടി പാർലമെന്റ് സമ്മേളനത്തിന് തൊട്ടു മുമ്പ് കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ MP-മാരായ V ശിവദാസനും അതുപോലെ തന്നെ A റഹീം MP-ക്കും ഭീഷണി സന്ദേശങ്ങൾ ലഭിച്ചിരിക്കുന്നത്. ഖലിസ്ഥാൻ സംഘടനയിൽ നിന്നാണ് ഈ ഭീഷണി സന്ദേശം ലഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പ്രധാനമായും ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഈ പാർലമെന്റിലും അതുപോലെ തന്നെ ചെങ്കോട്ടയിലും തങ്ങൾ ബോംബ് ആക്രമിക്കുവാൻ പോകുകയാണ്. പ്രധാനമായും ഖലിസ്ഥാൻ അനുകൂല നിലപാട് എടുത്തില്ലെങ്കിൽ MP-മാർ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതിയെന്നൊരു ഭീഷണിയാണ് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം അവർക്ക് ലഭിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഡൽഹി പോലീസിനെ അറിയിക്കുകയും ഇവർ അതുമായി ബന്ധപ്പെട്ട MP-മാരുടെ മൊഴികൾ രേഖപ്പെടുത്തുകയും ചെയ്തു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുവെന്നാണ് ഡൽഹി പോലീസ് വ്യക്തമാക്കുന്നത്. നേരത്തെയും ഇത്തരത്തിൽ ഖലിസ്ഥാൻ അനുകൂല സംഘടനകളുടെ ഭീഷണികൾ ലഭിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് വേളയിലും അതുപോലെ തന്നെ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളന വേളയിലടക്കം ഇത്തരം ഭീഷണികൾ ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഗൗരവമായി തന്നെയാണ് പോലീസ് കണക്കാക്കുന്നത്. പ്രധാനമായും കഴിഞ്ഞ വർഷമാണ് പാർലമെന്റിൽ പുകയാക്രമണം അടക്കം നടന്നത്. ആ ഒരു സാഹചര്യത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടാകാൻ പാടില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ ഗൗരവമായി തന്നെയാണ് പോലീസ് പരിഗണിക്കുന്നത്. എന്തായാലും അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ ഇതിന് പിന്നിലുള്ളവരെ പിടികൂടുമെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ജിൽസി.